കുറച്ച് പഴയ ഒരു സ്പാനിഷ് ത്രില്ലർ സിനിമ പരിചയപ്പെടുത്താം. 2015 ഇറങ്ങിയതാണ്. പടത്തിന്റെ പേര് ദ ബീച്ച് ഓഫ് ഡ്രോൺ. ജെറാഡോ ഹെറോറ ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കാർമേലോ ഗോമസ് ആണ് ഇതിൽ പ്രധാന വേഷത്തിൽ വന്നിട്ടുള്ളത്. ഒരു ക്ലാസിക് മിസ്റ്ററി ത്രില്ലർ പടമാണിത്. ഇങ്ങനെ ഒരു പടത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു. പക്ഷേ യൂട്യൂബിലോ അല്ലെങ്കിൽ നെറ്റിലോ ഒന്നും ഇതിന്റെ ഒരു റിവ്യൂ പോലും അങ്ങനെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പടത്തിന്റെ റിവ്യൂ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഈ സിനിമയെക്കുറിച്ച്. സ്പെയിനിലെ ഒരു തീരദേശ പട്ടണത്തിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കൈകൾ കെട്ടിയ നിലയിൽ കരക്കടിയുകയാണ്. ഇൻസ്പെക്ടർ ലിയോ കാൽദാസ് ഈ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ് ഈ സിനിമ പറയുന്നത്. ഡൊമിംഗോ വെല്ലസിന്റെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ പടം. ഇതൊരു കൈൻഡ് ഓഫ് ഈ ഫിലിം ഫെസ്റ്റിവൽ ടൈപ്പ് പടമാണെന്ന് പറയാം. ഈ IFFKയിലൊക്കെ കാണുന്ന ചില മിസ്റ്ററി ഫിലിംസ് പോലെ ഒരു പടമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റില്ല, കുറച്ച് സ്ലോ ആണ്, അല്പം ക്ലാസിക് സ്റ്റൈലിലുള്ള അന്വേഷണവുമാണ്. ഓണസ്റ്റ്ലി എനിക്കിത് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഒരു ജനറിക് ത്രില്ലർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര പുതുമയുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നരേഷനൊന്നും ഇതിലില്ല. പക്ഷേ ഇതിന്റെ ആ ഒരു മിസ്റ്ററി ഇൻട്രസ്റ്റിംഗ് ആണ്. ആ മിസ്റ്ററി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് തോന്നും. അന്വേഷണം നല്ലതാണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അന്വേഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ കഥ നടക്കുന്ന ഒരു ലൊക്കേഷൻ കാണാനായിട്ട് രസമാണ്. അതും ഈ പടം കണ്ടിരിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഘടകമായിരുന്നു. അഭിനയിച്ച ആൾക്കാരുടെയൊക്കെ പെർഫോമൻസും കൊള്ളാം. കാർമേലോ ഗോമസ് ആണ് ഇതിലെ ഇൻസ്പെക്ടർ ലിയോ എന്ന കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. നല്ല പ്രകടനമാണ്. ഒപ്പം റാഫ എന്ന സഹ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന ആന്റോണിയോ ഗെരീഡോയുടെ പെർഫോമൻസും നല്ലതാണ്. വേറെയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ക്യാരക്ടേഴ്സ് പടത്തിലുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു ലൊക്കേഷൻ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. സോ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈനിങ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ഈ പടത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു അവാർഡ് ടൈപ്പ് സ്റ്റൈലിൽ ഒരുക്കിയത് കൊണ്ടാവാം ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ കണ്ടില്ല. ആ ഒരു ടൈപ്പ് പടമാണ്. പേഴ്സണലി എനിക്കിത് കുറച്ചൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നി. നമ്മൾ ഇത്രയും കണ്ടിട്ടും ഏകദേശം നമ്മൾ ഊഹിച്ച ആൾ തന്നെ ആയിരുന്നു ഇതിൽ ആ ഒരു കില്ലർ ആയിട്ടൊക്കെ വരുന്നത്. പിന്നെ പടം കുറച്ച് സ്ലോ ആയതുകൊണ്ടും ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ആൾക്കാർ അവാർഡ് പടമാണെന്ന് വിചാരിച്ച് തുടങ്ങി അധികം ആകുന്നതിന് മുമ്പ് തന്നെ നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഞാനിതിന്റെ ആ ഒരു മിസ്റ്ററി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് പടം കണ്ടു തീർക്കുകയായിരുന്നു. എങ്കിലും ഈ ഒരു തീരദേശ മർഡർ മിസ്റ്ററി എന്നുള്ള ആ ഒരു ഐഡിയ കുറച്ചുകൂടി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മൊത്തത്തിൽ ഒരു ഓക്കേയിഷ് ക്രൈം ഡ്രാമയാണ്. വൻ സംഭവമല്ല. ഞാൻ പറഞ്ഞില്ല, ഒരു കൈൻഡ് ഓഫ് ജനറിക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള പടം എന്ന് പറയാം. പോലീസ് പ്രൊസീജിയറൽ ഡ്രാമയും അതുപോലെ മർഡർ മിസ്റ്ററിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയാണ്. ഓവർ പ്രതീക്ഷ വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും വർക്കാവുന്ന സംശയമാണ്. അവാർഡ് ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക്. പടം മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും ലഭ്യമല്ല എന്നുള്ളതുമാണ് മറ്റൊരു കാര്യം. നിങ്ങൾ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കണ്ടുവരും. 1 മണിക്കൂർ 28 മിനിറ്റ് മാത്രമേ ദൈർഘ്യമുള്ളൂ. 18+ അല്ല, UA 13+ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.